കേരളത്തിലെ മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ ചെറിയ അഭിപ്രായ ഭിന്നതയൊക്കെയുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണമായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു. അതെന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയെ അല്പം ചൊടിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ മന്ത്രി സജി ചെറിയാനെ തിരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, അതും നിയമസഭയിൽ. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നയം സർക്കാരിനില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിന് വേണ്ടി പറഞ്ഞതാണ് എന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം ലഭിക്കുമെന്നും ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെന്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ സാധിക്കൂ. അതേസമയം 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് സഭയിൽ സജി ചെറിയാൻ വിശദീകരിച്ചു. വീടിനടുത്തുള്ള ഒരു കുട്ടി എഴുതിയ അപേക്ഷയിൽ അക്ഷരത്തെറ്റ് കണ്ടതാണ് അങ്ങനെ പറയാൻ കാരണം. ഞാനൊരു വിഷയം പറഞ്ഞു, ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ എന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തായിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റി തന്നെ പറഞ്ഞു. UDF-ന്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDF-ന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് അല്ല, ഓൾ പാസ് 99% 1%. അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, ചർച്ച നടക്കട്ടെ. VV വിനോദ് തന്നെയാണ് ചേരുന്നത്. വിനോദ്, ഈ വിജയശതമാനം ഉയരുന്നു എന്നതൊക്കെ സർക്കാരിന്റെ മികവായി മേനി നടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണിത്. അവിടെ ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത് 10ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന്. പല കോണുകളിൽ നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. എന്തായാലും ഈ ഒരു അസ്വാരസ്യമൊക്കെ ഈ പ്രതികരണത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് വേണമല്ലോ കരുതാൻ. എന്തായിരുന്നു ഈ സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്? അഭിലാഷ്, നിയമസഭയിലാണ് സജി ചെറിയാൻ തന്റെ വിശദീകരണം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായ ചില വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ല. ഒരു വിദ്യാർത്ഥി തന്റെ വീട്ടിലേക്ക് വന്നു, അവിടെ അപേക്ഷ എഴുതി തന്നപ്പോൾ അതിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ സജി ചെറിയാൻ ഈ പരാമർശം നടത്തിയപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തലവേദനയായിരുന്നു. ഈ ഓൾ പാസ് നൽകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന ഒരു പരാമർശമുണ്ടായത്. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി പല ഘട്ടങ്ങളിലായി അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി. ഇന്നിപ്പോൾ അദ്ദേഹം സഭയിൽ പറഞ്ഞത്, മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, സർക്കാരിന് അങ്ങനെ ഒരു നയമില്ല, എഴുത്തും വായനയും അറിയാത്ത കുട്ടികളാണ് 10ാം ക്ലാസ് പാസ്സാകുന്നതെന്ന ഒരു നയം സർക്കാരിനില്ല. പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കിന് സജി ചെറിയാൻ പറഞ്ഞതാണ് എന്ന തരത്തിലാണ് ശിവൻകുട്ടിയുടെ പരാമർശം ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ആവേശമുണ്ട്, ആവേശത്തിൽ പറഞ്ഞതാണ് എന്ന കാര്യമാണ്. ചിലപ്പോൾ അത് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ സജി ചെറിയാൻ പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്ത കാര്യം അതൊക്കെയും തന്നെയാണ് ഈ വരികൾക്കിടയിലൂടെ ശിവൻകുട്ടി പറഞ്ഞു വെച്ചതും. ഏതായിരുന്നാലും അത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തലവേദന ഉണ്ടാക്കി. പക്ഷേ ഇന്നത്തെ സജി ചെറിയാന്റെ സഭയിലെ വിശദീകരണത്തോടുകൂടി ആ പ്രശ്നം ഒഴിവായിരിക്കുന്നു. പ്രതിപക്ഷം അതിന്മേൽ പിന്നീട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല. നിയമസഭയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് VV വിനോദ് പങ്കുവച്ചത്.